എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും ഐശ്വര്യപൂർണവുമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന ആ തനി നാടൻ കോഴിക്കറിയാണ്. വറുത്തരച്ച മസാലകളൊക്കെ വറുത്തരച്ച തനി നാടൻ കോഴിക്കറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓടുരുളിയിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് ഈ തനി നാടൻ കറികൾക്കൊക്കെ പ്രത്യേക സ്വാദാണ് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലും ഓടുരുളിയിലുമൊക്കെ പാചകം ചെയ്യുമ്പം. അപ്പം ഉരുളി ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചുരുണ്ടിയത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് അപ്പോൾ ഒരുപോലെ മൂത്ത് കിട്ടും. അത് നമുക്ക് ഉരുളിയിലേക്ക് ചേർത്ത് അതിലേക്കൊരു സവാള കനം കുറച്ചരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും സ്വാദ്. അപ്പോൾ ഞാൻ സവാള ചേർത്തന്നേ ഉള്ളൂ. അപ്പം തുടരെ ഇളക്കി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, അതുപോലെ 1 സ്പൂൺ ചിക്കൻ മസാല പൊടി. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. ഇനി നമ്മൾ ഗരം മസാല ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇതിന് പകരം തേങ്ങ വറുക്കുമ്പോൾ നമുക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക് ഇവ ചേർക്കാം. അപ്പോൾ പൊടികളും കൂടി ചേർത്ത് ആ ഉരുളിയുടെ ചൂട് തന്നെ ഇരുന്ന് ഒന്ന് ഇളക്കി നമുക്കിത് തണുക്കുന്നതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ അതേ ഉരുളിയിൽ തന്നെ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളൊരു കനം കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന 5 സവാള അത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് അതിലേക്കൊരു 2 സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് പൊടി. അപ്പോൾ ഇത് സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഉപ്പ് പൊടിയും കൂടെ ചേർത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ വെള്ളം തോർന്ന് നന്നായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് തുടരെ ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും അതുപോലെ കപ്പ വേവിച്ചതിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ നാടൻ വറുത്തരച്ച ചിക്കൻ കറി. ഇപ്പോൾ സവാള ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. നമുക്കിനി ഇത്രയും വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 ഇഞ്ച് കഷ്ണം ഇഞ്ചി കനം കുറച്ചരിഞ്ഞ് ഒന്ന് ചതച്ചെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കണം. അതും കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 പഴുത്ത തക്കാളി കനം കുറച്ച് അരിഞ്ഞതാണ്. ഈ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് ടൊമാറ്റോയുടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി അതൊന്ന് വെന്ത് വരണം. അപ്പം മസാല നമ്മൾ വറുത്ത തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പം മിക്സിയുടെ വലിയ ബൗളിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ്. ഈ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മസാലയ്ക്ക് പ്രത്യേക ഒരു മണവും അതിൻ്റെ പ്രത്യേക ഫ്ലേവറാണ്. ഇപ്പം വഴന്ന് വന്ന ആ കൂട്ടിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാടൻ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ടൊമാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. നല്ല തിക്ക് ഗ്രേവിയുള്ള കറിയാണിത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. മസാല തേങ്ങായും എല്ലാം കൂടെ വറുത്തരച്ച് വെച്ചിരുന്ന ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അത് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തുടരെ ഇളക്കി ഇതിലെ ജലാംശം എല്ലാം ഒന്ന് വറ്റി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരണം. അതിൽ നിന്ന് എണ്ണ വരുന്ന ഒരു പരുവം വരെ വഴറ്റണം.
അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് ചേർത്ത് നന്നായിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് ചിക്കൻ പീസസിൽ പിടിച്ചു വരും. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് നല്ല മസാലയുടെ കളറായി വരണം. അപ്പം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ അരച്ച ബൗളിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ വെള്ളം വറ്റുന്നത് വരെ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതങ്ങനെ അടുക്കി പിടിക്കുന്ന ഒരു ഓടുരുളിയൊന്നുമല്ല, എന്നാലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി 1 കപ്പ് ചൂടുവെള്ളവും കൂടെ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്കിത് വേവിക്കണം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നന്നായിട്ടിത് വെന്ത് കിട്ടും. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കാം. ചൂടുവെള്ളം ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. മൂടി തുറന്ന് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായിട്ട് പൊടിച്ച ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി വേണം ചേർക്കാൻ. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മെല്ലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂടി തുറന്ന് അല്പസമയം കൂടി ഒന്ന് തിളപ്പിച്ച് വെള്ളം വറ്റിച്ച് എടുക്കണം. കുറച്ചുകൂടെ ഒന്ന് തിക്കി ഗ്രേവി ആയിട്ട്. കണ്ടില്ലേ, ഇപ്പം കറിയെല്ലാം വാങ്ങി വെച്ച് തണുത്ത നല്ല സൂപ്പർ കറി.